ചോദിച്ചു, നിങ്ങൾ ഓക്കെ അല്ലേ അമ്മ? അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ അങ്ങനെ ഒരു പ്രോമിസും ആരോടും പറഞ്ഞിട്ടില്ല. അമ്മ കൂർക്കം വലിക്കണു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഹായ് എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. ആൻഡ് ആസ് യു ക്യാൻ സീ, നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ഭാവിയിൽ എനിക്കത് ആവശ്യമുണ്ട്. ആൻഡ് നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മൾ ഡേറ്റിംഗ് വീഡിയോ സീരീസാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഡേറ്റിങ്ങിൻ്റെ പല പെർസ്പെക്റ്റീവ്സിനെ കുറിച്ചും പല വശങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഐ തോട്ട് അടുത്ത് ഞാൻ ചെയ്യേണ്ടത് ഡേറ്റിംഗ് മാനേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഡേറ്റിംഗ് എറ്റിക്വറ്റ്സിനെ കുറിച്ചാണ് എന്ന് എനിക്ക് തോന്നി. ആൻഡ് ഐ വാസ് ഡൂയിങ് ദറ്റ് വീഡിയോ. അപ്പോഴാണ് ഐ സ്റ്റംബിൾഡ് അപ്പോൺ ദിസ് ടോപ്പിക്. അതായത് നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്തിരിക്കുന്ന കുറച്ച് സ്റ്റീരിയോടിപ്പിക്കൽ ബിഹേവിയറൽ പാറ്റേൺസ് ഉണ്ട്, വിച്ച് റീഇൻഫോഴ്സസ് ദി ജെൻഡർ നോംസ്. അപ്പോൾ അങ്ങനത്തെ ബിഹേവിയറൽ പാറ്റേൺസ് തിരിച്ചറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സോ അതുകൊണ്ട് തന്നെ ഐ ഹാവ് കം ടു എ ഡിസിഷൻ ദാറ്റ് ഐ വിൽ ഡു ദിസ് വീഡിയോ. സോ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ 5 ടോപ്പിക്സ് ആണ് സെലക്ട് ചെയ്തത്. 1 മാൻസ്പ്ലെയിനിങ്, 2 ഗ്യാസ് ലൈറ്റിംഗ്, വാട്ടബൗട്ടിസം, ബെനവലൻറ്റ് സെക്സിസം ആൻഡ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ഞാൻ പലപ്പോഴും പലരോടായിട്ട് സംസാരിച്ചിട്ടുള്ള സബ്ജക്ട്സ് ആണ് ഇതൊക്കെ. അപ്പോൾ അതിൽ ഒട്ടുമിക്ക ആളുകളും, ചിലരൊന്നും ഈ വാക്ക് കേട്ടിട്ടേയില്ല. ഒട്ടുമിക്ക സ്ത്രീകളും പറഞ്ഞത് അവരിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഈ വാക്കുകളുടെ മീനിങ് എന്താണോ അവരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് പ്രത്യേകിച്ചൊരു വാക്കുണ്ടായിരുന്നു എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. സോ ദാറ്റ് ഈസ് വൈ ഐ ഡിസൈഡഡ് ദാറ്റ് ഐ വിൽ ഡു ദിസ് വീഡിയോ ഫസ്റ്റ്. സോ ആദ്യം തന്നെ നമുക്ക് മാൻസ്പ്ലെയിനിങ് എന്ന വാക്കിലേക്ക് പോകാം. നിങ്ങൾക്കുള്ള അതേ പദവി തന്നെയാണ് എനിക്കും. IAS, ഇന്ത്യൻ ഭരണ സർവീസ്. ആ പദവിയുടെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ കേട്ടിട്ടുള്ള വാചകങ്ങളായിരിക്കും ഇതൊക്കെ. ഇതിനെക്കുറിച്ച് നീ കൂടുതലൊന്നും പഠിക്കാനായിട്ട് പോകണ്ട, നിനക്ക് ഇത്രയൊക്കെ മനസ്സിലാക്കിയത് മതി. അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, നിനക്ക് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സംഭവത്തിനെ കുറിച്ച് നിന്നെക്കാളും ഗ്രാഹ്യം എനിക്കാണ്, ഞാൻ നിനക്ക് പറഞ്ഞുതരാം, ഞാൻ നിനക്ക് ഐ എക്സ്പ്ലെയിൻ ചെയ്യും. നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു എക്സാമ്പിൾ ഉണ്ട്. ഒരിക്കലും അടുക്കളയിൽ കയറാത്ത നിങ്ങളുടെ അനിയനോ ചേട്ടനോ ഭർത്താവോ അച്ഛനോ ഒക്കെ വന്നിട്ട് പെട്ടെന്ന് ഒരു അടുക്കളയിൽ കയറിയിട്ട് പറയാണ്, ഇങ്ങനെയൊന്നും അല്ലേ കറി ഉണ്ടാക്കേണ്ടത്, ഈ കറിയിൽ കൂടുതൽ തേങ്ങ അരയ്ക്കണം, പണ്ട് ഒരു ദിവസം ഞാൻ ഈ കറിയിൽ കൂടുതൽ മല്ലിപ്പൊടി ഇട്ടപ്പോൾ ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞ്, നിങ്ങൾക്ക് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും അറിവ് കുറവാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു ബിഹേവിയർ ഉണ്ടല്ലോ. ഇതിനെയാണ് നമ്മൾ മാൻസ്പ്ലെയിനിങ് എന്ന് പറയുന്നത്. മാൻസ്പ്ലെയിനിങ് എന്നുള്ളത് ഒരു മെയ്ഡപ്പ് വാക്കാണ്. മാൻ പ്ലസ് എക്സ്പ്ലെയിനിങ്. പുരുഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആരോട്? സ്ത്രീകളോട്. ഈ വാക്ക് പോപ്പുലറൈസ് ചെയ്തത് റെബേക്ക സോൾനെറ്റ് എന്ന എഴുത്തുകാരിയും ഓൺട്രപ്രണറൊക്കെയാണ്. ഇവർ അവരുടെ പുസ്തകമായിട്ടുള്ള മെൻ എക്സ്പ്ലെയിൻസ് തിങ്സ് ടു മീ എന്ന ബുക്കിലാണ് ഈ വാക്ക് പോപ്പുലറൈസ് ചെയ്തത്. സോ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനക്ഡോട്ട് റെബേക്ക ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു പാർട്ടിയിൽ റബേക്ക തൻ്റെ പുതിയ പുസ്തകത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു പുരുഷനോട് വരികയും അവരുടെ സംസാരത്തിന്, അവരുടെ കോൺവെർസേഷന് ടോട്ടലി കട്ട് ഓഫ് ചെയ്തിട്ട് വേറൊരു പുസ്തകത്തിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങി. സംസാരിച്ചിട്ട് പുള്ളി ചോദിച്ചു, നിങ്ങൾ ഈ പുസ്തകത്തിനെ കുറിച്ച് വായിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പുസ്തകത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? പക്ഷേ ദേ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഫണ്ണി തിങ് ഇസ് ദാറ്റ് ഈ പുസ്തകം എഴുതിയത്, അല്ലെങ്കിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്ന പുസ്തകം എഴുതിയത് റെബേക്ക സോൾനെറ്റ് തന്നെയായിരുന്നു. ഓക്കെ, സോ ഒരു നിമിഷം പോലും ഈ ഒരു സ്ത്രീയാണോ പുസ്തകം എഴുതിയത്, അല്ലെങ്കിൽ ഞാൻ ആരോടാണോ സംസാരിക്കുന്നത് ആ സ്ത്രീയാണോ ഈ പുസ്തകം എഴുതിയത്, അല്ലെങ്കിൽ ഈ സ്ത്രീക്ക്, ഞാൻ സംസാരിക്കുന്ന സ്ത്രീക്ക് എന്നെക്കാളും അറിവുണ്ടോ, അവരിതിലൊരു എക്സ്പേർട്ടാണോ എന്ന് പോലും നോക്കാതെ അയാളുടെ ആധിപത്യം അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. സോ ഈ ഒരു ബിഹേവിയറിനെയാണ് എഗെയിൻ നമ്മൾ മാൻസ്പ്ലെയിനിങ് എന്ന് പറയുന്നത്. മാൻസ്പ്ലെയിനിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സംഭാഷണങ്ങളിൽ പുരുഷൻ ആധിപത്യം പുലർത്തുമ്പോൾ, സ്ത്രീയെ തടസ്സപ്പെടുത്തുമ്പോൾ, അവരുടെ ആശയങ്ങളെ നിരാകരിക്കുമ്പോൾ, അവരുടെ ആശയങ്ങൾ നിരസിക്കപ്പെടുമ്പോൾ സ്ത്രീകൾ അവിടെ ഇടപഴകുന്നത്, അവരവരുടെ ഇൻറ്ററാക്ഷൻ അവിടെ കുറയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ അത് ടോട്ടലി മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനായി മാറുന്നു. പക്ഷേ ഇവിടുത്തെ ക്യാച്ച് എന്താണെന്ന് വെച്ചാൽ, ചില പുരുഷന്മാർ പൊതുവേ ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. അവരറിയാതെ തന്നെ അവർ ഒത്തിരി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ പോകും. സോ അവർ മാൻസ്പ്ലെയിൻ ആണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ആക്ച്വലി സംസാരിക്കുകയാണോ, അവരുടെ ആഗ്രഹം കൊണ്ട് സംസാരിക്കുകയാണോ എന്നൊന്നും അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ചെയ്യുന്നതിൽ കൂടെ, അറിയാതെ പോലും മാൻസ്പ്ലെയിൻ ചെയ്യുന്നതിൽ കൂടെ ജെൻഡർ സ്റ്റീരിയോ ടൈപ്സിനെ നിങ്ങളവിടെ ഊട്ടി ഉറപ്പിക്കുകയാണ്. യു ആർ പ്രിസ്യൂമിങ് ദാറ്റ് വിമൻ ആർ ലെസ് ഇൻ്റലിജൻറ്റ് ദാൻ മെൻ. സോ അവർക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെ അറിയാതെ മാൻസ്പ്ലെയിൻ ചെയ്യുന്ന ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് കിം ഗുഡ്വിൻ എന്ന ഓതർ ആൻഡ് ഓൺട്രപ്രണർ അഗൈൻ അവരൊരു ആം ഐ മാൻസ്പ്ലെയിനിങ് എന്നൊരു ചാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ആൻഡ് ഷോ ഇറ്റ് ഹിയർ. സോ അതിൽ അവർ പറയുന്നത്, നിങ്ങൾ സംസാരിക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു സ്ത്രീയോട് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ
തിങ്ക് ഡിഡ് ഷീ ആസ്ക് യു ടു എക്സ്പ്ലെയിൻ ഇറ്റ്. ആ സ്ത്രീ നിങ്ങളോട് ആ സംഭവത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിച്ചിരുന്നു. യെസ് എന്നാണ് ഉത്തരമെങ്കിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ടു ഹർ. നോ അങ്ങനെ ചോദിച്ചിട്ടില്ല എങ്കിൽ തിങ്ക് അവർക്ക് എന്നെക്കാളും കൂടുതൽ അറിയാമോ, അവർക്ക് നിങ്ങളെക്കാളും കൂടുതൽ അറിയാമെങ്കിൽ എഗെയിൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ ദാറ്റ് ഇസ് പ്രോബബിളി മാൻസ്പ്ലെയിനിങ്. തിങ്ക് ഇഫ് ഷീ ഈസ് ആൻ എക്സ്പേർട്ട് ഇൻ ദാറ്റ്. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്, അവർ ഒരുപക്ഷെ ഇതിൽ നിങ്ങളെക്കാളും ഒരു എക്സ്പേർട്ട് ആയിരിക്കാം. ഓക്കെ, സോ ഉറപ്പായിട്ടും അതെന്താണ്, മാൻസ്പ്ലെയിനിങ് ആണ്. സോ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഗ്യാസ് ലൈറ്റിങ്ങിലേക്ക് പോവുകയാണ്. സോ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് വെച്ചാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ ഇമോഷണൽ അബ്യൂസിനെയാണ് നമ്മൾ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇമോഷണൽ അബ്യൂസിലൂടെ ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്ത് അയാളുടെ ചിന്തകളും ജഡ്ജ്മെൻറ്റ്സും ഫീലിങ്സും പെർസെപ്ഷൻസും മെമ്മറീസും ഫീലിങ്സും എല്ലാം ഫേക്ക് ആണ് എന്ന് അയാളെ കൊണ്ട് തന്നെ ഡൗട്ട് അടുപ്പിക്കുന്ന ഒരു തരം ക്രൂരതയാണ് ഗ്യാസ് ലൈറ്റിംഗ്. ബേസിക്കലി ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ ഗോൾസ് പലതായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെ അണ്ടർമൈൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ സെൻസ് ഓഫ് ഐഡൻറ്റിറ്റിയെ തകർക്കുക. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ റിയാലിറ്റിയെ സ്വയം ചോദ്യം ചെയ്യിപ്പിച്ചുകൊണ്ട് ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന ആളുടെ വേർഷൻ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഇത് പല രീതിയിൽ കൂടെ അവർക്ക് നടപ്പിലാക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൗണ്ടറിങ്, ഡിനായൽ, ട്രിവിയലൈസിങ്, വിത്ത് ഹോൾഡിങ്, ബ്ലോക്കിംഗ് അല്ലെങ്കിൽ ഡൈവേർട്ടിങ്, ഇങ്ങനെ പല ബിഹേവിയറൽ പാറ്റേൺസിൽ കൂടെ അല്ലെങ്കിൽ പല ബിഹേവിയേഴ്സിൽ കൂടെ ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യാവുന്നതാണ്. സോ നമുക്കതിൽ 4 നോക്കാം. ഒന്ന് കൗണ്ടറിങ്. കൗണ്ടറിങ്ങിലൂടെ എങ്ങനെയാണ് ഒരാളെ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്യാസ് ലൈറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി ഞാനാണെങ്കിൽ എൻ്റെ ധാരണകളിലേക്ക് എത്തുന്ന എൻ്റെ ഓർമ്മകളുണ്ടല്ലോ, എൻ്റെ മെമ്മറീസിനെ, ഈ ഓർമ്മകളെ ചോദ്യം ചെയ്തുകൊണ്ട് യഥാർത്ഥ വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്ന ഒരു വഴിയാണ് കൗണ്ടറിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിൻ്റെ ഓർമ്മ ശരിയല്ല, നീ എല്ലാം എന്താ പറയുക, യുവർ മെമ്മറീസ് ആർ റോങ്, യു റിമെമ്പർ തിങ്സ് റോങ്, നിൻ്റെ ഓർമ്മ ശരിയല്ല. സോ ഇതിനെയാണ് കൗണ്ടറിങ് എന്ന് പറയുന്നത്. ഇനി ഡിനായൽ എന്ന് പറഞ്ഞാൽ നിരാകരിക്കുക. പണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രോമിസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളോ ഒന്നും ഇല്ല എന്ന് പറയുക. ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് ചിലർ പറഞ്ഞില്ലേ, അതിനെയാണ് നമ്മൾ ഡിനായൽ എന്ന് പറയുന്നത്. ഇവിടെ ഡിനായലിൻ്റെ എക്സാമ്പിളായിട്ട് എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഐ വുഡ് ലവ് ടു ടേക്ക് എ സ്വീറ്റ് റിവെഞ്ച് ബൈ ഷെയറിംഗ് ദാറ്റ് എക്സ്പീരിയൻസ്. ഞാൻ ആളാരൊന്നും പറയുന്നില്ല. പക്ഷേ ഇതെനിക്ക് സംഭവിച്ചൊരു ഇൻസിഡൻ്റ് ആണ്. സോ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് ഞാൻ എൻ്റെ പഠിത്തത്തിൻ്റെ ആവശ്യമായിട്ട് കുറച്ചു കാലം വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിലേക്ക് നിന്നു. സോ എൻ്റെ നാടും വീടും എല്ലാം ട്രിവാൻഡ്രം ആണ്. എൻ്റെ വീടും ഹോസ്റ്റലും തമ്മിൽ ഹാർഡ്ലി 20 മിനിറ്റ്സിൻ്റെ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. എനിക്കങ്ങനെ ഹോസ്റ്റലിൽ പോയി നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ ഒരു സ്റ്റഡി പാർട്ണർ ഉണ്ടായിരുന്നു. അപ്പം ആ പുള്ളിക്കാരിയുടെ നാട് വയനാട്. അവൾക്ക് ഇങ്ങോട്ട് വന്നേ പറ്റത്തുള്ളൂ. സോ എന്നോട് പറഞ്ഞു, എടാ നീ ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ എൻ്റെ വീട്ടുകാരും എന്നെ ഹോസ്റ്റലിൽ നിൽക്കാനായിട്ട് സമ്മതിക്കത്തുള്ളൂ. സോ നീ എങ്ങനെയെങ്കിലും ഹോസ്റ്റലിൽ നിന്നേ പറ്റത്തുള്ളൂ. സോ ഞാനും ചിന്തിച്ചു, ഓക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, പഠിക്കാം എന്ന രീതിയിൽ ഞാനും ഹോസ്റ്റലിലേക്ക് മാറി. അപ്പോൾ ഹോസ്റ്റലിൽ വന്നതിന് ശേഷം ഈ പുള്ളിക്കാരിയുടെ സ്വഭാവം കംപ്ലീറ്റ്ലി അങ്ങ് മാറി, വേറൊരു രീതിയായി. അപ്പോൾ ഞാൻ ആദ്യത്തെ മാസം നോക്കി, രണ്ടാമത്തെ മാസം പകുതിയായപ്പോൾ ഞാനങ്ങ് ഇച്ചിരി എന്താ പറയുക, ഇപ്പോൾ ഒരു ഇമോഷണലി ഹേർട്ടായിട്ട് ഞാൻ ചോദിച്ചു, എടാ നീയും കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിയത്, നീ ഇപ്പോൾ എന്താ പഠിക്കാത്തത്, വൈ ആർ യു നോട്ട് യൂട്ടിലൈസിങ് യുവർ ടൈം എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, നിനക്ക് വേണമെന്നുള്ളതുകൊണ്ട് നീ ഇങ്ങോട്ട് വന്നു, അല്ലാതെ ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഐ ഹാവ് ടോൾഡ് ദാറ്റ്, എനിക്ക് സുഖമായിട്ട് ഇങ്ങോട്ട് വരാമായിരുന്നു എന്ന രീതിയിലായിരുന്നു ആ പെൺകുട്ടിയുടെ റിപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഡിനായലിൻ്റെ ഒരു പേഴ്സണൽ എക്സാമ്പിൾ. ഈ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന വേറൊരു രീതിയാണ് ട്രിവിയലൈസിങ്ങിലൂടെ. ട്രിവിയലൈസിങ് എന്ന് വെച്ചാൽ ആസ് ഐ സെഡ്, ഇത് മിക്കവാറുമുള്ള എല്ലാ പഴയ മലയാള സിനിമകളിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സ്ത്രീകളുടെ ആവശ്യങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെ, അവരുടെ ചിന്തകളെ ട്രിവിയലൈസ് ചെയ്ത് കാണിക്കുക എന്നുള്ളത്. പക്ഷേ നീ ഒരു പെണ്ണായി, വെറും പെണ്ണ്. അതായത് അതിന് അർഹമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇരിക്കുക, അതിനെയാണ് നമ്മൾ ട്രിവിയലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് യു ആർ ഓവർ റിയാക്ടിങ് എന്ന് പറയുന്നത്. നീ ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്യുകയാണ്, യു ഷുഡൻറ്റ് ഡു ദാറ്റ്. ചെറിയ കാര്യങ്ങളിൽ നീ ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരാളുടെ ഇമോഷൻസിനെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ട്രിവിയലൈസ് ചെയ്യുക. ദിസ് ഈസ് ഓൾസോ അനദർ മെത്തേഡ് ഓഫ് ഗ്യാസ് ലൈറ്റിംഗ്. ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന വേറൊരു രീതിയാണ് വിത്ത് ഹോൾഡിങ്ങിൽ കൂടെ. വിത്ത് ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടായാൽ, ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വാക്ക് തർക്കം ഉണ്ടായാൽ നിങ്ങൾ സംസാരിക്കാതിരിക്കും, പെട്ടെന്ന് യു വിൽ ഗോ സൈലൻറ്റ്. ആക്ച്വലി ഞാൻ ചെയ്യും, ഒരുപാട് ആൾക്കാർ ചെയ്യാറുള്ളതാണ് വിത്ത് ഹോൾഡിങ്. ടു ബി ഫ്രാങ്ക്, ഞാനും വിത്ത് ഹോൾഡിങ് ചെയ്യാറുണ്ട്. പക്ഷെ അതൊരിക്കലും ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ വിത്ത് ഹോൾഡ് ചെയ്യാറ്. എൻ്റെ അങ്ങ് ആ ദേഷ്യത്തിൻ്റെ
എന്താ പറയുക, ഞാൻ പറയുന്നത് ആരും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഐ ഫീൽ ചീറ്റഡ് എന്നൊരു ആ ഒരു ദേഷ്യത്തിൻ്റെ ആ പരമകോടിയിൽ നിൽക്കുമ്പോൾ എനിക്കൊന്നും സംസാരിക്കാൻ തോന്നാറില്ല. ഞാൻ സംസാരങ്ങളിൽ നിന്നും ഞാൻ പിന്മാറും. ഞാൻ എന്താ പറയുക, ഞാൻ പക്ഷെ വേറെ ആരോടും പോയി എന്താ പറയുക അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയാറില്ല. പക്ഷെ ഐ വിത്ത്ഹോൾഡ് മൈസെൽഫ്. ഞാൻ ഐസൊലേറ്റ് ചെയ്ത് മാറും. ആ പ്രശ്നങ്ങളിൽ നിന്ന് ഞാൻ ടോട്ടലി എന്നെ കട്ട് ഓഫ് ചെയ്യും. ദാറ്റ് ഈസ് മൈ വേ ഓഫ് കോപ്പിംഗ് അപ്പ് വിത്ത് ദ സിറ്റുവേഷൻ. പക്ഷേ ഈ വിത്ത് ഹോൾഡിംഗ് എന്ന് പറയുന്നത് മനഃപൂർവ്വമായിട്ട് ഒരാളെ ഇരുട്ടിൽ നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസാരങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അതാണ് ടോക്സിക് വിത്ത് ഹോൾഡിംഗ് അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റിംഗ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എല്ലാവരും ആടി ഉണ്ടാക്കിയിട്ട് മിണ്ടാതിരിക്കുന്നത് നമുക്ക് ഗ്യാസ് ലൈറ്റിംഗ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് എൻ്റെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല. എഗെയിൻ ഒരു കാര്യം കൂടെ ഞാൻ റീഇൻഫോഴ്സ് ചെയ്തോട്ടെ. ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരാളെ മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി വിത്ത് ഹോൾഡ് ചെയ്യുമ്പോഴാണ് അത് ഗ്യാസ് ലൈറ്റിംഗ് ആയിട്ട് മാറുന്നത്. അല്ലെങ്കിൽ അടിയുണ്ടായാൽ ഒരാൾ ഒരുപാട് സമയത്തേക്ക് ഉണ്ടായിരിക്കുന്ന ഇറ്റ്സ് നോർമൽ. പിന്നെ വേറൊന്നുണ്ട് ബ്ലോക്കിംഗ് അല്ലെങ്കിൽ ഡൈവേർട്ടിങ്. അത് എഗെയിൻ എന്താണ്, നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് ആ ഒരു ഹോൾ കോൺവെർസേഷനെ വഴിതിരിച്ചു വിടുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടോൺ പോലീസി, നീ എന്തിനാ ഈ ഒരു ടോണിൽ സംസാരിക്കുന്നത് എന്ന രീതിയിൽ അവരെ തന്നെ, അതായത് അവരുടെ സ്വഭാവത്തെ, അവരുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്ത് മൊത്തം വിഷയം എന്താ പറയുക നമ്മൾ പ്ലേറ്റ് തിരിച്ചിടുകയാണ് നമ്മൾ ഡൈവേർട്ടിംഗ് എന്ന് പറയുന്നത്. ഇത് എഗെയിൻ ഇതെല്ലാം ഗ്യാസ് ലൈറ്റിംഗ് ആണ്. എല്ലാ സിറ്റുവേഷനിലും ഇത് ഗ്യാസ് ലൈറ്റിംഗ് ആണ് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ആസ് ഐ സെഡ്, ഗ്യാസ് ലൈറ്റിംഗ് ഈസ് പ്യുവർ മാനിപ്പുലേഷൻ. ഓക്കെ, അയാൾക്ക് അറിയാം അയാൾ ടോക്സിക് ആണെന്നും അയാൾ ചെയ്യുന്നത് എത്രത്തോളം ക്രൂരതയാണ് എന്ന് ആ മനുഷ്യന് നല്ല അവെയർ ഉണ്ടായിരിക്കും. ഓക്കെ, ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന ഒരാളും മാൻസ്പ്ലെയിനിങ് പോലെ അയ്യോ ഞാൻ അറിയാതെയാണ് ചെയ്തത് എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. അത് ഇമോഷണൽ അബ്യൂസാണ്, ക്രൂരതയാണ്. ഇനി അടുത്തതാണ് വാട്ട് അബൌട്ടിസം അല്ലെങ്കിൽ വാട്ട് അബൌട്ടറി. അതായത് വളരെ പോയിന്റ്ലെസ് ആയിട്ടുള്ള കൗണ്ടർ അക്യൂസേഷൻസ് ആണ് വാട്ട് അബൌട്ടറീസ്. ഫോർ എക്സാമ്പിൾ, റോഹിംഗ്യൻ മുസ്ലിംസിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ വാട്ട് അബൌട്ട് കാശ്മീരി പണ്ഡിറ്റ്സ് എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ മോദി എന്തുകൊണ്ടാണ് പത്രസമ്മേളനം നടത്താത്തതെന്ന് ചോദിക്കുമ്പോൾ ഇത്രയും വർഷമായിട്ട് അല്ലെങ്കിൽ 10 വർഷം മൻമോഹൻ സിംഗ് പത്രസമ്മേളനം നടത്തിയില്ലല്ലോ എന്ന് ചോദിക്കുക. WCC പോലത്തെ ഒരു ഓർഗനൈസേഷൻ അവരുടെ സഹപ്രവർത്തകയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് ഉത്തർപ്രദേശിലെ പെൺകുട്ടിയെക്കുറിച്ച് സംസാരിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് രാജസ്ഥാനിലെ റേപ്പിനെ കുറിച്ച് സംസാരിച്ചില്ല എന്ന് ചോദിക്കുക. ഇതിനെയാണ് വാട്ട് അബൌട്ടറീസ് എന്ന് പറയുക. സി, ദർ ഇസ് എ റീസൺ വൈ മോദി വാസ് ഇലക്റ്റഡ് ആൻഡ് ദർ ഇസ് എ റീസൺ വൈ WCC വാസ് ഫോംഡ്. ഓക്കെ, സോ അതെല്ലാം മറന്നുകൊണ്ട് നമ്മൾ വാട്ട് അബൌട്ടറീസ്, പോയിന്റ്ലെസ് ആയിട്ടുള്ള അക്യൂസേഷൻസ് തൊടുത്തു വിടുക. ഇതിനെയാണ് നമ്മൾ വാട്ട് അബൌട്ടറി എന്ന് പറയുന്നത്. ഇതുകൊണ്ട് വേറെ ഒരു ഉപയോഗവുമില്ല. ചോദിക്കുന്നവൻ്റെ വാടപ്പിക്കാം. അല്ലെങ്കിൽ ഇത് പോയിന്റ്ലെസ് ആണെന്ന് മാത്രമല്ല, ഡിഫിക്കൽട്ടായിട്ടുള്ള ടോപ്പിക്സിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടുള്ള പറ്റിയ ഒരു സ്വഭാവമാണ് വാട്ട് അബൌട്ടിസം എന്ന് പറയുന്നത്. കൂടാതെ ഉത്തരങ്ങൾ കൊടുക്കാതെ ക്വസ്റ്റ്യൻസ് മാറ്റിമറിച്ച് നമ്മുടെ ചോദിക്കുന്ന ആളുടെ ചിന്താശേഷിയെ കൂടെ ലിമിറ്റ് ചെയ്യുന്നു. അതുപോലെ ബെനവലന്റ് സെക്സിസം എന്ന് പറഞ്ഞാൽ ആസ് ഐ സെഡ് എല്ലാ മലയാള സിനിമകളിലും, മോഹൻലാലിൻ്റെ ആവട്ടെ, മമ്മൂട്ടിയുടെ ആയിക്കോട്ടെ, ജയറാമിനെ മാത്രം എന്തിനാ പറയുന്നത്, എല്ലാവരുടെ മൂവീസിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ബെനവലന്റ് സെക്സിസം. നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കണ്ടും അനുഭവിച്ചും വളരുന്നതാണ്. ഇപ്പം നമ്മൾ ജയറാമിൻ്റെ സിനിമകൾ മാത്രം എടുത്തിട്ട് കാര്യമില്ല. ഐ മീൻ, അദ്ദേഹത്തിന് മാത്രം എന്തിനാ പറയുന്നത്, മമ്മൂട്ടിയുടെ സിനിമകളിലായാലും മോഹൻലാലിൻ്റെ സിനിമകളിലായാലും പണ്ടത്തെ ഒട്ടുമിക്ക സിനിമകൾ എടുത്താലും അതിൻ്റെ അകത്ത് ബെനവലന്റ് സെക്സിസം ഉണ്ട്. മൂടും മുലയും ഇളക്കി നടക്കാനും അതുവഴി ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനും മക്കളെ പ്രാപ്തരാക്കാൻ മമ്മിമാരുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്. അത് മാത്രമല്ല, എസ്പെഷ്യലി ഒരു സ്ത്രീക്ക് അവൾ വളരുന്ന ചുറ്റുപാട്, അവളുടെ അച്ഛനായാലും ആങ്ങളമാരായാലും ഹസ്ബൻഡായാലും എല്ലാവരിൽ നിന്നും എടുക്കേണ്ടി വരുന്ന ഒരു സംഭവമാണിത്. സോ ബെനവലന്റ് സെക്സിസം അർത്ഥം നോക്കുകയാണെങ്കിൽ, ബെനവലൻസ് എന്താണ്? ഗുഡ്, കൈൻഡ്, ഒരാളുടെ നല്ലതിനു വേണ്ടി മാത്രം ആഗ്രഹിക്കുക, ചാരിറ്റി, ഇതൊക്കെയാണ് ബെനവലൻസുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്ന വാക്കുകൾ. സോ ബെനവലന്റ് സെക്സിസം എന്ന് വെച്ചാൽ സ്ത്രീകളെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് വളരെ പോസിറ്റീവായിട്ട് തോന്നുമെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്ത്രീ ആണ് ധനം, വിമൻ ഷുഡ് ബി ചെറിഷ്ഡ്, ഇതെല്ലാം സ്ത്രീകളോടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള മനോഭാവമാണ് കാണിക്കുന്നതെങ്കിലും അണ്ടർലൈങ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീ ദുർബലയാണ്, കഴിവില്ലാത്തവളാണ്, അവർക്ക് സംരക്ഷണത്തിൻ്റെ ആവശ്യമുണ്ട്, അവർക്ക് പ്രൊട്ടക്ഷൻ്റെയും കെയറിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. സോ പുരുഷന്മാരെക്കാൾ അപകർഷയാണ് സ്ത്രീ. പക്ഷേ നീ ഒരു പെണ്ണായി, വെറും പെണ്ണ് എന്ന ഒരു ചിന്തയിൽ നിന്നാണ്, അല്ലെങ്കിൽ എന്നൊരു ചിന്തയാണ് ബെനവലന്റ് സെക്സിസം എന്ന് പറയുന്നത്. പക്ഷെ അത് പറയുന്നത് ഭയങ്കര പൊതിഞ്ഞു കെട്ടി ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പറയുന്നത്. സ്ത്രീ അമ്മയാണ്, ദേവിയാണ്, മകളാണ്, ദുർബലയാണ്, ചബലയാണ്, അബലയാണ്, അങ്ങനെ കുറേ പറയത്തില്ലേ. അതിനെയാണ് നമ്മൾ ബെനവലന്റ് സെക്സിസം എന്ന് പറയുന്നത്. സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, കെയർ ചെയ്യുക, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുക എന്ന വ്യാജേനെ ജനറൽ ആയിട്ടുള്ള ജെൻഡർ സ്റ്റീരിയോടൈപ്സിന് ഉറപ്പിക്കുകയാണ് ബെനവലന്റ് സെക്സിസം. ഇതിപ്പോൾ കൂടുതലും കാണാൻ കഴിയുന്നത് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലാണ്.
കൂടുതലും ഫീമെയിൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും ആക്ട്രസസിൻ്റെയൊക്കെ പേജിൽ. അതായത് ധരിക്കുന്ന വസ്ത്രം എന്ത് തന്നെ ആയാലും അതിനെ ഓഡിറ്റ് ചെയ്യുക. എന്താ മോളെ നീ മറ്റുള്ളവരെ പോലെ ആകുകയാണോ, നിനക്ക് ചേരുന്നത് കേരള സാരിയും കേരള തനിമയുള്ള വസ്ത്രങ്ങളുമാണ്, നിന്നെ കണ്ട് ഇവിടെ ഒരു ജനത വളരുന്നുണ്ടോ, നീ ഇങ്ങനെ ആവരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഫേസ്ബുക്ക് അമ്മാവന്മാരും വാട്സാപ്പ് അമ്മാവന്മാരൊക്കെ നമുക്ക് ഇവരുടെ ഫോട്ടോസിൻ്റെ താഴെയുള്ള കമൻറ്റുകളിൽ കാണാനായിട്ട് പറ്റും. ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ നിറയുന്ന കരച്ചിലുകളെല്ലാം ബെനവലൻറ്റ് സെക്സിസത്തിൻ്റെ എക്സാമ്പിൾസാണ്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ നിയമവ്യവസ്ഥയും പൊതുബോധവും എന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് ഉണ്ടായി വന്നതാണ്. അപ്പോൾ ഇത് മിക്കവാറും തീരുമാനിക്കുന്നത് നമ്മുടെ തന്നെ സമൂഹത്തിലെ പ്രായം കൂടിയ ഒരു ജനറേഷനായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 40-50 വയസ്സ് കഴിഞ്ഞവരായിരിക്കും എന്താണ് ഇപ്പോഴത്തെ പൊതുബോധം എന്ന് നിശ്ചയിക്കുന്നത്. സോ ഇത് നമ്മളിലേക്ക് കിട്ടുന്നത് ഈസ് ത്രൂ അവർ സ്കൂൾ. ഓക്കെ, നമ്മുടെ സ്കൂളിൽ കൂടെ, നമ്മുടെ ഫാമിലീസ്, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സ്റ്റഡീസ് ടെക്സ്റ്റ് ബുക്സിൽ കൂടെയൊക്കെയാണ് ഈ പൊതുബോധം എന്നത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് പിന്നെയും ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ കാലത്തെ തിരിഞ്ഞ് നോക്കുമ്പോൾ അയ്യോ അത് തെറ്റായിരുന്നല്ലോ, ഇതാണല്ലോ ശരി എന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ വളരെ സെൻസിറ്റീവാണ്, വളരെ അപ്ഡേറ്റഡ് ആണ്. ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സാമൂഹിക ബോധത്തിന് അനുസരിച്ച് നമ്മൾ സംസാരിക്കുന്നതിനെയാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന്. നിങ്ങൾ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്തത് കൊണ്ട് നിങ്ങൾ സമൂഹത്തിന് എതിരെയാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിയമവിരുദ്ധരാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പൊളിറ്റിക്കലി കറക്റ്റ് ആവുന്നതിൽ കൂടെ ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന ചിന്ത കോൺസ്റ്റൻ്റ് ആയിട്ട് മനസ്സിൽ വരുന്നതിലൂടെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ വിഷമിപ്പിക്കാനുള്ള ചാൻസ് ഒരുപാട് കുറയുന്നു. ഇപ്പോൾ നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റ് ആവുമ്പോഴും നമ്മൾ ചില ആൾക്കാരെ വിഷമിപ്പിക്കാം, പക്ഷെ വി കാൻ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. അണ്ടർസ്റ്റാൻഡ് ദം, അല്ലെങ്കിൽ മേക്ക് ദം അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ മൂവ് ഓൺ. അത് മാത്രം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ പറഞ്ഞു വരുന്നത്, പൊളിറ്റിക്കലി കറക്റ്റ് ആവുന്നതിലൂടെ നമ്മൾ മെച്ചപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറും. അല്ലാതെ പൊളിറ്റിക്കലി കറക്റ്റ് ആവുക എന്ന് പറയുന്നത് ആർക്കും ചിന്തിക്കാൻ പറ്റാത്തതോ നിങ്ങളുടെ ചിന്താശേഷിക്ക് അപ്പുറത്തുള്ളൊരു കാര്യമൊന്നുമല്ല. അതിനും അപ്പുറത്ത് നിങ്ങൾ സെൻസിറ്റീവായിട്ടുള്ള ഒരു മനുഷ്യനായി മാറുകയും മറ്റുള്ളവരുടെ വികാരങ്ങൾക്കും അനുഭവങ്ങൾക്കും അവർ അർഹിക്കുന്ന മൗലികത കൊടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ച 5 ടോപ്പിക്സ്, 5 കാര്യങ്ങൾ. സോ ഇതിന് വിപരീതമായിട്ട് നിങ്ങൾക്കും ഒരുപാട് അഭിപ്രായങ്ങൾ പറയാനായി കാണും. ഡു കമൻറ്റ് ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച്.